നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുന്നു. അതോടൊപ്പം പ്രതിപക്ഷ പ്രതിഷേധവും നടക്കുകയാണ്. സ്പീക്കറുടെ മുഖം മറച്ച് ഇപ്പോൾ ബാനറുമായി പ്രതിപക്ഷം നിൽക്കുന്നു. അതുപോലെ ഭരണപക്ഷവും പ്രതിപക്ഷവും യഥാർത്ഥ സീറ്റുകളിൽ നിന്നൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. ഒരു സഭാ നടപടി നിയന്ത്രിക്കാൻ സ്പീക്കർ ലേശം ബുദ്ധിമുട്ടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമസഭയിലേക്ക് തത്സമയം സാർ, നാട്ടിലെ സാധാരണക്കാരുടെ വിഷയം ഉന്നയിക്കാനുള്ള അവസരത്തെ എല്ലാ ദിവസവും ഇങ്ങനെ ഈ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് സാർ. ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി കൊണ്ടുകൊണ്ട് മാത്രമാണ് സാർ. ഈ പദ്ധതിയെ എതിർക്കുമെന്നതായിരുന്നു സാർ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് സാർ. എന്റെ ചോദ്യം, ഈ LDF സർക്കാർ വന്നതിന് ശേഷം 2134 കോടി രൂപ മുടക്കി ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുകയാണ് സാർ. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഈ പദ്ധതി ആരംഭിക്കുന്ന മറിപ്പുഴയിൽ നിന്ന് ആനക്കാമ്പൽ മറിപ്പുഴയിൽ നിന്ന് ദേശീയപാതയുമായി കണക്ട് ചെയ്യാനുള്ള റോഡിന്റെ അലൈൻമെന്റ് എപ്രകാരമാണ്? ദേശീയപാതയുമായി കണക്ട് ചെയ്യാൻ എന്തെല്ലാം പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് എന്ന് വിശദമാക്കാം. മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞതുപോലെ ഒരു ജനതയുടെ സ്വപ്നമാണ് സാർ. എത്ര പതിറ്റാണ്ടുകളായിട്ട് ഒരു ജനത ആഗ്രഹിക്കുന്നതാണ് സാർ ഇങ്ങനെ ഒരു പാത അവർക്ക് വേണം എന്നുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സർക്കാർ നടത്തിയ നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് സാർ അവിടെ ഇപ്പോൾ നമുക്ക് ഈ പ്രോജക്റ്റ് അനുവദിച്ചതും ഈ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ സാർ നമ്മളൊരു കാര്യം കാണണം, ഒരു കാരണവശാലും ഈ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് ഒരു ജനതയുടെ സ്വപ്നത്തിനെതിരായി നിന്ന ചിലരും ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണണം സാർ. സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും, ആളുകളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും നാടിന്റെ വികസനത്തിനെതിരായി നിൽക്കുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അതിനെ എതിർത്തതാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടും ഉണ്ട് സാർ. അവിടെ നമ്മുടെ ഈ തുരങ്കപാത, കോഴിക്കോട് വയനാട് തുരങ്കപാത സാർ, കുന്നമംഗലം, അഗസ്ത്യമൂഴി, തിരുവമ്പാടി, ആനക്കാമ്പൊയിൽ, മരിപ്പുഴ, കള്ളാടി, മേപ്പാടി, കൽപ്പറ്റ റോഡിനെ ഇതില് സംസ്ഥാന ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ 83 ആയി സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. തുരങ്കപാത കൊല്ലങ്കൽ കോഴിക്കോട് ദേശീയപാത NH 766 കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലത്തും വയനാട് ജില്ലയിൽ കൽപ്പറ്റ ഭാഗത്തുമായാണ് ബന്ധിക്കപ്പെടുന്നത്. കുന്നമംഗലം മുതൽ അഗസ്ത്യമൂഴി വരെയുള്ള 4 വരി പാതയുടെ അലൈൻമെന്റ് സർക്കാരിന്റെ പരിഗണനയിലാണ്. അത് പരിശോധിച്ച് DPRലേക്ക് ഉടൻ തന്നെ കടക്കാനാകും സാർ. സാർ, ഓഗസ്റ്റ് 31, 2025 ഓഗസ്റ്റ് 31-നാണ് തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചത്. അതിവേഗതയിൽ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചു. എന്റെ ചോദ്യം സാർ, തുരങ്കം നിർമ്മിക്കുന്ന നിർമ്മാണത്തിന്റെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് എപ്പോൾ നടത്താൻ വേണ്ടി കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പദ്ധതി എന്നേക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ പൂർത്തീകരിക്കാൻ കഴിയും എന്നതാണ്, വിശദീകരിക്കാമോ? സാർ, ജനങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കരുത്, ഈ പദ്ധതി തന്നെ നടപ്പാക്കരുത് എന്ന് പറഞ്ഞ് ഇടപെട്ട അതിനുവേണ്ടി നിലകൊണ്ട ചിലരുണ്ട് സാർ. പക്ഷേ അത്തരത്തിലുള്ള പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അവിടെ നമ്മുടെ പ്രാരംഭ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അതിവേഗം തന്നെയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. നമ്മളൊരു ടൈം നിശ്ചയിച്ചത് അനുസരിച്ച് തന്നെ ഓരോ ഘട്ടവും പിന്നിട്ടുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത്. മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ സാർ ഈ മാസം അവസാനത്തോടെ, ഫെബ്രുവരി അവസാനത്തോടെ ബ്ലാസ്റ്റിംഗിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഈ പദ്ധതി പൂർണ്ണമായി സജ്ജമാകുന്നത് 2029-ലായിരിക്കും സാർ. ശ്രീ TP രാമകൃഷ്ണൻ. സർ, കേരളത്തിന്റെ ഒരു വികസനവും അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇവിടെ UDF തുടർച്ചയായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ സഭയിൽ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന പേക്കൂത്തുകളെല്ലാം. ഇത് ജനങ്ങൾ ശരിയായ നിലയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാവി കേരളത്തിൻ്റെ താല്പര്യത്തെ മുൻനിർത്തി ആവശ്യമായ നിലപാടുകൾ ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സർ, വയനാടിൻ്റെ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തുരങ്കപാത. ഈ വയനാടിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു പ്രശ്നം പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡാണ്. ഈ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിൻ്റെ നിർദ്ദിഷ്ട DPR തയ്യാറാക്കിയിട്ടുണ്ടോ? ഈ റോഡിൻ്റെ DPR-ൽ ടണർ നിർമ്മാണവും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാക്കാമോ? ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ പൂഴിത്തോട് പടിഞ്ഞാറേത്തറ റോഡ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി പ്രവൃത്തിയുടെ പ്രാഥമിക പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പ്രവൃത്തിയുടെ പ്രാഥമിക പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രകാരം റോഡിന്റെ ആകെ നീളം 20.918 കിലോമീറ്റർ ആണ്.
ഇതിൽ 4.675 കിലോമീറ്റർ നീളത്തിൽ ടണൽ കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട് സർ. ഇതിൽ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രാഥമിക രൂപരേഖയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് പരിശോധിച്ചു വരുന്നുണ്ട് സർ. സർ, ഈ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പദ്ധതിക്കായി ഇതുവരെ സംസ്ഥാന സർക്കാർ 148,58,11,761 രൂപ കിഫ്ബിയിൽ നിന്നും ചെലവഴിച്ചിട്ടുണ്ട് സർ. ഇതിൽ ഭൂമി ഏറ്റെടുക്കലിനായി കൈമാറിയ 77,51,75,443 രൂപയും നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ചെലവഴിച്ച 67,05,00,000 രൂപയും യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങിനായി KSEBിക്ക് കൈമാറിയ 7,36,000 രൂപയും പാരിസ്ഥിതിക ആഘാത പഠനത്തിനായി നൽകിയ 12 ലക്ഷം രൂപയും ഫോറസ്റ്റ് ക്ലിയറൻസിനായി നൽകിയ 3,81,00,000 രൂപയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സർ. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച വിഷയത്തിൽ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നുണ്ട് സർ. ശ്രീ എ രാജ PT റഹീം ചുമതലപ്പെടുത്തിയ പ്രകാരം സാർ, ഇടുക്കി ജില്ലയുടെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ ഓരോന്നായി LDF സർക്കാരിലൂടെ യാഥാർത്ഥ്യമാകുകയാണ് സാർ. സാർ, റോഡ് വികസനത്തിലൂടെ ഇടുക്കി ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്നതിന് LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് സാർ. പ്രത്യേക അഭിനന്ദനങ്ങൾ സാർ. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് മറ്റെവിടെയെങ്കിലും തുരങ്കപാത നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സാർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ 10 വർഷക്കാലം കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഉണ്ടായ മാറ്റം വിസ്മയകരമാണ് സാർ. സാർ, ഇടുക്കി ജില്ലയിലെ നമ്മളതിൻ്റെ ഷോട്ടുകളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അവിടെ സഞ്ചരിക്കുന്നവർക്കറിയാം. ഇനി അവിടെ പോകാത്തവർക്കാണെങ്കിൽ അത് ആളുകൾ തന്നെ, ജനങ്ങൾ തന്നെ എടുത്ത് അതിൻ്റെ വിഷ്വൽസ് ഒക്കെ പ്രചരിപ്പിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത്. നമ്മളൊക്കെ നിരന്തരം അവിടെ പോകുന്നതുമാണല്ലോ സാർ. സാർ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നല്ല നിലയിൽ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് സാർ. ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നിർമ്മാണ പദ്ധതികളിൽ തുരങ്കപാത പോലെയുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാർ, ഇത്തരത്തിലുള്ള തുരങ്കപാത നടപ്പിലാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് സാർ ഈ സഭയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അദ്ദേഹം മിണ്ടാതെ ഇരിക്കുന്നത്. ഒരു കാരണവശാലും നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മന്ത്രി വീണ ജോർജ് സംസാരിക്കുന്നതിന് തത്സമയമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. നിയമസഭയിൽ ചോദ്യോത്തരവേള തുടരുകയാണ്. അതേപോലെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധവും നിയമസഭയിൽ തുടരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്പീക്കറിൻ്റെ മുഖം മറച്ച് ബാനറൊക്കെ പിടിച്ചിട്ടാണ് പ്രതിഷേധം. സ്പീക്കർ കുറച്ച് അകന്നു നിൽക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും പ്രതിപക്ഷം മാറി നിൽക്കാൻ തയ്യാറല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.